ഉള്ളത് കരോൾ ബാഗിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. സോ ഇന്നത്തോട് വണ്ടിയുടെ എല്ലാ പണികളും വണ്ടിയിൽ കയറ്റാനുള്ള സാധനങ്ങളൊക്കെ ചേഞ്ചസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വിടാമെന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഞാനും ഇതും ഇവിടെ ഒരു കരോൾ ബാഗിലൊരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു പോസ്റ്റ് അടിച്ച് കരോൾ ബാഗിൽ സർവീസ് സെൻറ്റർ തുറക്കുന്നതും കാത്ത് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ കാർ സീറ്റിൻ്റെ പറഞ്ഞു 13,000 രൂപയ്ക്ക് കാർ സീറ്റ്, സ്റ്റിയറിങ്, അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഇത് മുഴുവൻ റാപ്പ് ചെയ്തത്. സർവീസ് സെൻറ്റേഴ്സിൽ ഇവിടെ 11 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 11 മണിയാവാൻ ഇവർക്ക് തന്നെ പരിചയമുള്ളൊരു സർവീസ് സെൻ്റർ ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോകുന്നത്. ബേസിക് സർവീസിന് മാത്രമല്ല, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ AC ഫിൽറ്റർ, പിന്നെ അങ്ങനത്തെ ബേസിക് സർവീസ് മാത്രം. പിന്നെ ഒരു വാട്ടർ വാഷ് ചെയ്യണം, പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ നാളെ രാവിലെ നമ്മുടെ ലഡാക്ക് ട്രിപ്പ് ആരംഭിക്കും. അപ്പോൾ അതിന് മുന്നേയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഇതെല്ലാം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ മെനക്കെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഈ ഡൽഹിയുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു എന്താ പറയുക ഭാഗമാണ്. പാർക്കിംഗ് പോലും സ്ഥലമില്ല ഇവിടെ. ഇപ്പോൾ ഈ സമയം കൊണ്ടാണ് ഇത്രയും പാർക്കിങ്ങൾ വരിക. ഒരു 11 മണി കഴിഞ്ഞ് ഇവിടെ പാർക്കിംഗ്, സൈക്കിൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. ഒരു യൂട്ടേൺ അങ്ങോട്ട് മിസ്സായാൽ തീർന്നില്ല. അത് ഈ ഇപ്പോൾ തട്ടിമുട്ടി വണ്ടികളെല്ലാം രീതിയിട്ടാണ് എല്ലാം പെയിൻറ്റ് ചെയ്യുന്നത്. ഷോറൂം കാണാത്ത വണ്ടികളാണ്. ഡ്രസ്സ് ഡസ്റ്റ് കൂടെ വരുന്നത്. പിന്നെ ആ കളറിനെ ആക്കിയ പോലെ ഇനി ചോപ്പടിക്കണേ ഒരു നമ്മള് കാണൂല. അല്ലേ എന്നാ കുട്ടീനെ പോരെ ചുവപ്പ് കളർ അടിക്കാൻ ബാക്കിയില്ല. ആദ്യമായിട്ട് വിളക്ക് വയ്ക്കാൻ 4 വിളക്കിൽ നമ്മ 1500 വിളക്കൊക്കെ ഉണ്ട്. എത്ര കാലം കളിക്കാൻ ക്രിസ്റ്റ്യാനൊക്കെ മൊത്തം പെയിൻ്റടിയാണ്. മൊത്തം പേരടി ഒരു 5,000 രൂപ മൊത്തം പേരടി എടുക്കും, ചിലവാകും. അങ്ങനെ വണ്ടി സർവീസിന് കയറ്റി. കുറ്റം പറയരുതല്ലോ, പണി നല്ല ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ ഈ സ്ഥലം നാനോ കാർ തൊട്ട് റോൾസ് റോയ്സ് വരെ എന്ത് പണിയും എങ്ങനെ വേണേലും. വാഹനങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജ്.